സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ നിയമനത്തിൽ കോടതി ഇടപെട്ടിട്ടും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. SSA ഫണ്ട് കേന്ദ്രം അനുവദിച്ചതായി പറഞ്ഞെങ്കിലും അത് ലഭിച്ചിട്ടില്ലെന്ന് കേരളം കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ കേരള സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ പറയും. സ്മിത, ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് പരിഗണിക്കവെയാണ് ഈ സംസ്ഥാന സർക്കാർ, അതായത് ഈ SSA ഫണ്ട് കേന്ദ്രം അനുവദിച്ചു എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ആ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്ന് കേരള സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഹർജിക്കാർ പറഞ്ഞത് കോടതി ഇടപെട്ട് 2 മാസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ നിയമന നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ഹർജിക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ സർക്കാർ പറഞ്ഞ വാദം ആ ഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു. ഇതോടുകൂടിയാണ് കേരള സർക്കാരിനോട് തിങ്കളാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിഷയവും ഇന്ന് കോടതിയുടെ പരിഗണനയിലെത്തി. ആ സാഹചര്യത്തിൽ കേസ് വീണ്ടും മാറ്റുകയും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പരിഗണിക്കാം എന്ന് കോടതി അറിയിക്കുകയുമാണ് ചെയ്തത്. നിലവിൽ ഒരു ഉത്തരവിലേക്കോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ കോടതി കടന്നിട്ടില്ല. ചൊവ്വാഴ്ച 3 മണിക്ക് വിഷയം പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. സ്മിത, സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.